Okay. Some key features of smart cities. Some key features of smart cities. Okay, the smart infrastructure. Smart infrastructure. So, ഒരു city consider ചെയ്യുമ്പോൾ അവിടെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഒടിഞ്ഞു വീഴാറായിട്ടുള്ള പോസ്റ്റും അല്ലെങ്കിൽ എപ്പോൾ തകരുന്ന പോലത്തെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഫുൾ കുളമായിട്ടുള്ള റോഡ് എന്ന് പറയുന്ന ഒരു ബെറ്റർ സിറ്റിനെ കാണിക്കുന്നതല്ല അല്ലേ? So there should be smart infrastructure in a city. Okay, the smart infrastructure consists of street lights, smart parking and connected street. So smart infrastructure le pedunnaanu street lighting, smart parking, pinne avadeyulla കാര്യങ്ങളൊക്കെ ഇല്ലേ, സിഗ്നൽ, ട്രാഫിക് കാര്യങ്ങളെല്ലാം. ഹലോ, what? Traffic. Okay. So when we consider the lighting, we have said this point before. Street lights, they are automatic. There may be light sensors and all. Okay, light sensors. Light in the present means light വരുന്ന means പകല് ലൈറ്റ് സെൻസ് ചെയ്തിട്ട് ലൈറ്റ്സ് ഓഫ് ആവും. ഇരുട്ടാവുമ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറയില്ലേ, സോ അത് സെൻസ് ചെയ്തിട്ട് ലൈറ്റ്സ് ഓൺ ചെയ്യും. സോ ദർ വിൽ ബി സ്മാർട്ട് ലൈറ്റിംഗ്സ്. ദെൻ ക്യാമറാസ്. ക്യാമറാസ് എന്ന് പറയുന്നത് മോഷൻ ഡിറ്റക്ടിങ് ക്യാമറാസ് ഉണ്ടാവും, നൈറ്റ് വിഷൻ ക്യാമറ, അതുപോലെ സ്പീഡ്, ഓരോ വെഹിക്കിൾസിന്റെ സ്പീഡ് നമ്മൾക്ക് മീൻസ് പാരന്റ്സിനൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഓവർ സ്പീഡ് ആണെങ്കിൽ ക്യാമറാസിൽ ഓട്ടോമാറ്റിക്കലി ഫോട്ടോ എടുത്ത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള ഒരു ഫോട്ടോ നമുക്കൊരു മെയിലായിട്ട് അവർ അയച്ചു തരും. എന്നിട്ട് ഒരു ഫൈൻ എമൗണ്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, യു ആർ ഓവർ സ്പീഡ്. ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ആ ക്യാമറ നമ്മുടെ വെഹിക്കിളിന്റെ സ്പീഡ് സെൻസ് ചെയ്തത് നമ്മൾ ആ ഒരു റീജിയനിൽ നമുക്ക് പോകാൻ പറ്റുന്നതിനേക്കാൾ ഓവർ സ്പീഡിലാണ് നിങ്ങൾ പോയത്, അതുകൊണ്ട് ഇത്ര ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറൊക്കെ മിക്കവാറും നിങ്ങളുടെ പാരന്റ്സിൽ വരാറുണ്ട്. അത് വെച്ചാല് ഇതുവരെ കിട്ടിയിട്ടില്ല, നല്ല കാര്യം. സോ there are motion detecting cameras or speed sensing devices. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ ഒരു സിറ്റിയിലെ കേസിൽ. ഇറ്റ് ഈസ് ഫോർ എ റിയൽ ടൈം മോണിറ്ററിങ്. അപ്പോൾ ആ റോഡിൽ അല്ല സിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഒരു ഹ്യൂമൻ കൺട്രോൾ ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ സിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആ സിറ്റിയിൽ ഉണ്ടാവും. പുതിയ ടെക്നോളജി ബേസിലുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ചുമ്മാ സ്മാർട്ട് സിറ്റി എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഇതൊന്നും പറ്റില്ല. അപ്പോൾ ആ ടെക്നോളജിയുള്ള കാര്യങ്ങൾ, ആ ടെക്നോളജിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻസേഴ്സ്, അതർ ഡിവൈസസ് എല്ലാം പർച്ചേസ് ചെയ്ത് ഒരു നല്ല ബെറ്റർ ഒരു കാണാൻ പറ്റുന്ന രീതിയിലും വൃത്തിയുള്ള രീതിയിലും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെയിൻ പോയിന്റ്, ഒരു കീ ഫീച്ചർ ഓഫ് എ സ്മാർട്ട് സിറ്റി. ക്ലിയർ? ഓക്കെ. When there is a smart infrastructure in a city, the traffic, there may be less traffic jam and less traffic related problems, issues എല്ലാം വളരെ കുറവായിരിക്കും. ഇപ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ, നമ്മൾ എറണാകുളത്തും അവിടെ ഇവിടെയും അല്ലെങ്കിൽ സിറ്റീസിലെല്ലാം ഭയങ്കര ട്രാഫിക് ആയിരിക്കും, ഭയങ്കര ട്രാഫിക് ജാം ഉണ്ടാവും, കുറേ സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഈ ജംഗ്ഷൻസിലെല്ലാം ഒരു പോലീസ്മാൻ ഉണ്ടാവും വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താ പറയുക, സിഗ്നൽസ് ഉണ്ടല്ലേ, നമുക്ക് നടന്നു പോകാനും, അതേപോലെ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, അതിനൊക്കെ ഓരോ ടൈമിംഗ് ഉണ്ട്. ഇത്ര സമയത്തേക്ക് ഈ ഒരു റൂട്ടിലെ വെഹിക്കിൾസിന് പാസ്സായി പോവാം. അത് കഴിഞ്ഞിട്ട് ഒരു 50 സെക്കൻഡ്സ് ഡിലേ കഴിഞ്ഞിട്ട് റെഡ് ഓൺ ആവും, ഗ്രീൻ ഓൺ ആവും. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആണ്, അല്ലാതെ ഒരു റൂമിലിരുന്ന് ആരും സെറ്റ് ചെയ്യുന്നല്ല.
ഓൾറെഡി അവര് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. ഇത്ര സെക്കൻഡ് റെഡ് ലൈറ്റ് കത്തുക, ഇത്ര സെക്കൻഡ് ഗ്രീൻ ലൈറ്റ്, അങ്ങനെ സെറ്റ് ചെയ്ത് അത് ഇത്ര കഴിയുമ്പോൾ എന്താ പറയാ, കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യണം അല്ലേ, ടു ക്രോസ് ദ റോഡ് ഇത്ര സെക്കൻഡ് ടൈം അലോട്ട് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻ ദ കേസ് ഓഫ് സ്മാർട്ട് സിറ്റി, സോ ദ ഫീച്ചർ ഓഫ് എ സ്മാർട്ട് സിറ്റി ഈസ് സ്മാർട്ട് infrastructure and smart building. Smart buildings are just like our smart home. Okay, smart home പോലെയാണ് സ്മാർട്ട് ബിൽഡിംഗ്. അതിൽ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, there may be latest technologies also. ഹ്യൂമൻ കൺട്രോൾ ഒഴിവാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ റൊട്ടേഷൻ ക്യാമറ ഒക്കെ ഇല്ലേ, ഇങ്ങനെ CCTV ഇങ്ങനെ അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണോ? അല്ല, മോഷൻ സെൻസിങ് ക്യാമറാസും ഉണ്ടാവും. മോഷൻ സെൻസ് ചെയ്തിട്ട് മീൻസ് മോഷൻ, ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇപ്പം എന്താ പറയാ, ഇപ്പോഴത്തെ ക്യാമറാസിന്റെ പ്രത്യേകത, ഇപ്പം നമ്മളുടെ വീട്ടിൽ ആരുമില്ല, ചില ക്യാമറാസ് ഉണ്ട് വോയിസ് സെൻസ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു സൗണ്ട് അവിടെ കേട്ടാല് നമുക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് വരും, ക്യാമറ ആക്റ്റീവ് ആവും, നമുക്ക് മെസ്സേജ് വരും. അപ്പൊ നമ്മൾ ക്യാമറ എടുത്ത് നോക്കുവാണെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ ഫെയ്ത്തിന് ചിലപ്പോ അനുഭവം ഉണ്ടാവില്ല. നിന്റെ വീട്ടിലുണ്ടായിരുന്നില്ല ഇതേപോലെ ഒരു ക്യാമറ? അത് നെറ്റ്വർക്കുമായിട്ട് മീൻസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ്. നമുക്ക് സ്കൂളിലെ നമ്മുടെ പുറത്തിരിക്കുന്ന ഒരു ക്യാമറ ഇല്ലേ, ആ ക്യാമറയിൽ വോയിസ് കേൾക്കാൻ പറ്റും. അത് പക്ഷെ വോയിസ് റെക്കോർഡർ ആണ്, അത് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന. പക്ഷെ ചില ക്യാമറാസ് ഉണ്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ആ ടൈമിൽ നമ്മൾ ഓണർ വീട്ടിലില്ലെങ്കിൽ ഓണർക്ക് മെസ്സേജ് പാസ് ആവും. എന്തെങ്കിലും ഒരു വോയിസ് അവിടെ ഉണ്ട് കഴിഞ്ഞാൽ, വോയിസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ഓണർക്ക് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് പോകും. കാരണം അവിടെ ഒരു ഇല്ല. നിന്റെ വീട്ടിൽ നീ ഇടവരുമ്പോ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ക്യാമറ നിന്റെ പാപ്പ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? ഇല്ല, പറയുന്നുണ്ടായിരുന്നു. that kind of cameras are really for the security purpose ന് വേണ്ടിയിട്ടുള്ള ക്യാമറാസ് ആണത്. അത് മോഷൻ സെൻസ് ചെയ്യും, ഇതുപോലെ സൗണ്ട് ഒക്കെ സെൻസ് ചെയ്യും. അപ്പൊ നമുക്ക് we should not be in the home. നമ്മൾ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ ആരോ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കിട്ടും. കാരണം എന്തെങ്കിലും ഒരു മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ഒരു മൂവ്മെന്റ്, എന്തെങ്കിലും ഒരു ചലനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദമോ ഇതൊക്കെ ഉണ്ടായാൽ അത് സെൻസ് ചെയ്തിട്ട് ഓണർക്ക് മെസ്സേജ് പാസ് ചെയ്യുന്ന ക്യാമറാസ് ഒക്കെ ഉണ്ട്. അന്വേഷിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഉണ്ട്. അത് ഫൗസിയ മിസ്സിന്റെ വീട്ടിലുണ്ട്. ഫൗസിയ മിസ് ഇടയ്ക്ക് നോക്കുന്ന കാണാം, എന്തെങ്കിലും സൗണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാല് മക്കള് വീട്ടിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇതെല്ലാം. സോ സ്മാർട്ട് ബിൽഡിംഗ് ഈസ് സംതിങ് റിലേറ്റഡ് ടു, ഇറ്റ്സ് സിമിലർ ടു ദ സ്മാർട്ട് ഹോം. സോ നമ്മൾ സ്മാർട്ട് ഹോമിലെ എല്ലാം മിനിമൽ ഹ്യൂമൻ കൺട്രോൾ ആണ് അല്ലെ, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. മെഷീൻസ് ഉണ്ടാവും, അതെല്ലാം ആ ബിൽഡിങ്ങിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് സ്മാർട്ട് ബിൽഡിങ്. ഓക്കെ, അപ്പൊ അവർ തന്നെ ന്യൂ ടെക്നോളജീസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി. ഇനി ഒരു ബിൽഡിങ്ങിന്റെ കേസ് എന്ന് പറയുമ്പോൾ, ഒരു ബിൽഡിങ്ങില്, ഒരു സിറ്റിയിലെ ഒരുപാട് ബിൽഡിങ്ങില് എനർജി കൺസപ്ഷൻ ഇസ് ഇഷ്യൂ അല്ലേ. എല്ലാ ബിൽഡിങ്ങിലും എല്ലാവരും നമുക്ക് എനർജി കൺസപ്ഷൻ അതൊരു വലിയൊരു കാര്യമാണ്. എനർജി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് റീക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പൊ നമ്മൾ കറണ്ട് ഒക്കെ നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറയണ്ട അല്ലേ. ഇലക്ട്രിസിറ്റി എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം നമുക്ക് തോന്നിയ പോലെ എനർജി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എനർജി യൂസേജ് ഒക്കെ ഒരു കൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം. അതിന് വേണ്ടിയിട്ടുള്ള സ്മാർട്ട് മെഷീൻസ് എവിടെ ഉണ്ടാവും. അതേപോലെ ലൈറ്റിംഗ്, വെന്റിലേഷൻ, ഇപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യേണ്ടത്, ഇനി വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഒരു സ്മാർട്ട് ബിൽഡിങ്ങിൽ ഉണ്ടാവും. ഓക്കെ, so they use a combination of technologies to automate building management. Building management വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. In a smart building, energy usage, lighting and ventilation is managed and optimized by
ടെക്നോളജി. എനർജി മാനേജ്മെന്റും ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും വെന്റിലേഷനൊക്കെ ഇതിനെല്ലാം വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ടു മിനിമൈസ് എനർജി കോസ്റ്റ്, solar panels are integrated into buildings design. So we know the electric energy ഉണ്ടാക്കാന്ന് പറയുന്ന കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പൊ solar energy, electric energy, we are making it from water and all, right? ഇപ്പം ഒരുപാട് വാട്ടർ യൂസ് ചെയ്താൽ there may be scarcity of water. വാട്ടർ തീർന്നു പോയാൽ നമുക്ക് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു കാര്യം അവതാളത്തിലാവും അല്ലെ. ബട്ട് വി ഹാവ് സൺ എനർജിക്ക് വേണ്ടി നമ്മൾ സണ്ണിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് സോളാർ സെൽസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ സൂര്യൻ എന്നും വരും എന്നും പോകും. സൂര്യൻ നമുക്ക് എന്നും പകല് കിട്ടുന്നതാണ് അല്ലെ, തീർന്നു പോകുന്നില്ല സൂര്യൻ. അപ്പൊ ആ ഒരു സോഴ്സ് ഓഫ് എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. നമ്മളുടെ വീട്ടിലൊക്കെ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സോളാർ സെല്ല് കുറച്ച് പൈസ കൂടുതലാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാർജ് കൂടുതലാണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ഹോം സോളാർ സെൽ, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ ലൈറ്റ്സ് എല്ലാം യൂസ് ചെയ്യുന്ന വീടുകളും ഉണ്ട്. ഓക്കെ, അത് ഇല്ല, എനിക്ക് കുറച്ച് വീട് അറിയാം. സോളാർ പാനൽ, സോളാർ സെല്ലും സോളാർ വാട്ടർ ഹീറ്ററും സോളാർ കുക്കിംഗ് ഗ്യാസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. വാട്ടർ ഹീറ്ററും ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സോളാറിന്റെ. അപ്പൊ അത് വെച്ചാൽ എനർജി കോസ്റ്റ് കുറയ്ക്കും. അപ്പൊ നമ്മൾ കൂടുതൽ വാട്ടർ എന്നുള്ള ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ചാർജ്, വാട്ടർ കുറയുന്നതനുസരിച്ച് കറണ്ട് ചാർജ് കൂടാനും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെ. സോ സോളാർ പാനൽസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ലൈറ്റ് എനർജിയിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. ഓക്കെ, അപ്പം അതർ സോഴ്സ് ഓഫ് എനർജിയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. ആ ടൈപ്പ് ഓഫ് സോളാർ പാനൽ ബേസ്ഡ് എന്താ പറയാ സർക്യൂട്ട് ഒക്കെ ആയിരിക്കും സ്മാർട്ട് ബിൽഡിങ്ങിൽ ഉണ്ടാവുക. ക്ലിയർ? ദെൻ സ്മാർട്ട് ബിൽഡിംഗ്, അതർ മെയിൻ യൂസ് ഓഫ് സ്മാർട്ട് ബിൽഡിംഗ്, നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫയർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തീപിടുത്തം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഒക്കെ ഓൺ ആവുന്ന, എന്താ പറയുക, വാട്ടറുള്ള സ്പ്രിംഗിൽ വരുന്ന ഒരു സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? വലിയ വലിയ ഓഫീസുകളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ട്. അത് വെച്ചാല് ചുറ്റും അവർ വാട്ടർ പൈപ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു ഫയർ, ഏത് മൂവിയിലാണ് ഫയറോ സ്മോക്ക് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം ഓൺ ആവും. സിസ്റ്റം ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ മേലുന്ന ആ പൈപ്പ് വഴി വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നിങ്ങൾ ഞാൻ എക്സാം സെന്ററിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് അവിടെ ഈ പറഞ്ഞ കാര്യം. മിസ് ആദി എന്ന് പറഞ്ഞ മൂവി, I don't remember that scene. Okay. Pranav movie. Actually, I don't remember that scene. I have seen that movie, but I don't remember that scene. Okay, let me check. So there is a system like that. If there is any kind of fire, anything, the fire extinguisher can be automatically turned on using the sensors. Okay, these are the smart buildings. There may be smart technologies for the efficient building management. Clear? അപ്പോൾ തീപിടുത്തം ഉണ്ടായാൽ നമുക്ക് എന്താ പറയാ, നമ്മളായിട്ട് കുറെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ടുവന്ന് തീ അണയ്ക്കേണ്ട ആവശ്യം വരില്ല. ഓൾറെഡി വാട്ടർ ടാങ്കിലെ പമ്പ്, നമ്മുടെ സ്കൂളിൽ ഓട്ടോമാറ്റിക് അല്ല, പക്ഷെ ഇവിടെ ഉണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി ഫയർ ഡിറ്റക്ട് ചെയ്ത് അപ്പൊ തന്നെ ഫയർ കെടുത്താനുള്ള സിസ്റ്റംസ് ഓൺ ആവും. ക്ലിയർ? ഓക്കെ, ദെൻ യൂട്ടിലിറ്റീസ് ഈ എനർജി പറഞ്ഞ പോലെ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ എനർജി കൺസപ്ഷൻ, നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. അപ്പൊ അവര് ഡിഫറെന്റ് എനർജീസ് അല്ല, അവർക്ക് എനർജി യൂട്ടിലൈസേഷൻ ഉണ്ടാവും. അതേപോലെ പല പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് അല്ലെ. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡിവൈസസ്, സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ആണ് യൂട്ടിലിറ്റീസിൽ വരുന്നത്. ഓക്കെ, സോ ഈ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ റിയൽ ടൈം മോണിറ്ററിങ് ഉണ്ടാവും. റിയൽ ടൈം മോണിറ്റർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ടൈമിലും അത്
മോണിറ്റർ ചെയ്ത് നമ്മുടെ എനർജി കൺസപ്ഷൻ മോണിറ്റർ ചെയ്യും. നമ്മൾ വേറെ എന്തെങ്കിലും സോഴ്സ് മീൻസ് വാട്ടർ കൺസപ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഈ സെൻസേഴ്സ് വഴി നമ്മളെല്ലാം സെൻസേഴ്സ് മോണിറ്റർ ചെയ്തിട്ട് ഒരു ഡാറ്റ കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് എനർജി കൺസപ്ഷനെ കുറിച്ച് നമുക്കൊരു ഡാറ്റ കണ്ടുപിടിക്കാനും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മെഷേഴ്സ് എടുക്കാനും പറ്റും. ക്ലിയർ? അപ്പം എന്താ വെച്ചാല് so energy use and occupant comfort are essential for any smart building to function well. ഒരു ബിൽഡിംഗ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെയുള്ള എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് നല്ല ഒപ്റ്റിമൈസ്ഡ് മീൻസ് നല്ലൊരു ബെറ്റർ മെത്തേഡിലുള്ളതായിരിക്കും. എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്ഷൻ ഇല്ലാത്ത നല്ലൊരു എനർജി കൺസപ്ഷൻ മെത്തേഡ് ആയിരിക്കണം. അതേപോലെ ഒക്യുപ്പന്റ് കംഫർട്ട്, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു കംഫർട്ടബിൾ ആയിരിക്കണം അല്ലെ ബിൽഡിങ്ങില്, എന്നാൽ മാത്രമേ അതൊരു നല്ലൊരു സ്മാർട്ട് ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ എ സ്മാർട്ട് ബിൽഡിംഗ് there may be internet, then smart grid consists of controls. എന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്, പല എനർജി കൺസപ്ഷൻ പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഗ്രിഡ്. പിന്നെ കമ്പ്യൂട്ടർ, then okay, so what we're talking computers, automation, new technology, അങ്ങനെ ഒരുപാട് latest devices, ഇതിനൊക്കെയാണ് നമ്മൾ യൂട്ടിലിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഒരു ബിൽഡിങ്ങിലുള്ള ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം റിയൽ പവർ യൂസേജ് അല്ലെങ്കിൽ എനർജി കൺസപ്ഷൻ ഇതിനൊക്കെ ഒരു റിയൽ ടൈം മോണിറ്ററിങ്ങിന് വേണ്ടി സെൻസേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സെൻസേഴ്സ് നമ്മുടെ എനർജി കൺസപ്ഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ പവർ കൺസപ്ഷനെ കുറിച്ച് ഒരു ഡാറ്റ കളക്ട് ചെയ്യും. ആ ഡാറ്റയുടെ ബേസിൽ ഈ പവർ ലോഡ് അല്ലെങ്കിൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് നടത്തും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ട്രാൻസ്പോർട്ട്. ഒരു സിറ്റിയുടെ കേസിൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നല്ലൊരു ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള റോഡ് കാര്യങ്ങളുണ്ട്, പക്ഷെ അവിടെ വഴി ആ സമയം ഇനി റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് there may be a chance of traffic jam അല്ലെങ്കിൽ ഒരു കൺജഷന്റെ പ്രോബ്ലം, കൺജഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യത. ഒരുപാട് ആളുകൾക്ക് വണ്ടി ഉണ്ട്, അപ്പൊ അവരെല്ലാരും കൂടെ വണ്ടി എടുത്ത് ഇറക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം തിരക്ക് അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാം ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു ഇതുണ്ടല്ലേ. സോ ട്രാൻസ്പോർട്ടേഷന്റെ കേസിലും നമുക്ക് ബെറ്റർ ടെക്നോളജീസ് കൊണ്ടുവരാം. ട്രാഫിക് ലൈറ്റ്, ട്രാഫിക് സിഗ്നൽ, ദെൻ അതെല്ലാം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്. സൗണ്ടിന് എന്ത് പറ്റി? ഒരു മിനിറ്റ്. Oh my God. Okay, so the transportation system will be intelligent. There should be a intelligent transportation system. Okay, എന്ന് പറഞ്ഞാല് നമ്മുടെ ആ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തിട്ട് അതിന് പറ്റുന്ന രീതിയിൽ എന്താ പറയാ, ആ ട്രാഫിക് സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തിട്ട് ആ പ്രോബ്ലംസ് ഒഴിവാക്കുന്ന രീതിയിലുള്ള സിസ്റ്റംസ് ആയിരിക്കണം അല്ലെ നമ്മൾ ഇന്റലിജന്റ് ട്രാഫിക് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. എന്നും ഒരേ ടൈപ്പ് ഓഫ് പ്രോബ്ലം വന്നുകൊണ്ടിരുന്ന ദാറ്റ് ഈസ് നോട്ട് ഇന്റലിജന്റ്. അപ്പൊ അതെല്ലാം ഒഴിവാക്കിയ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണം നമുക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ ദ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇന്റലിജന്റ് ലൈക്ക് ട്രാഫിക് സിഗ്നൽസ്, ട്രാഫിക് ലൈറ്റ്സ്, അതേപോലെ പുതിയ എന്താ പാർക്കിംഗ്, ഇന്റലിജന്റ് പാർക്കിംഗ് സിസ്റ്റംസ്, ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കൺജഷൻ അല്ലെങ്കിൽ ട്രാഫിക് ജാം എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അല്ലേ. ദെൻ rising congestion on the road, increased rate of accidents have triggered the need of development of intelligent transportation system. Okay, accident കാര്യം ഞാൻ മറന്നുപോയി, sorry. So
കൂടുതൽ വെഹിക്കിൾസ് വരുമ്പം, അല്ലെങ്കിൽ സ്പീഡ് കൺട്രോളിങ്, സ്പീഡ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാവാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മോണിറ്ററിങ് റോഡിൽ ഇല്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ട്രാഫിക് സിഗ്നലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് റൂളോ ഒന്നും റോഡിലില്ലെങ്കിൽ ആക്സിഡൻസ് എന്ന് പറയുന്നത് എന്തായാലും സംഭവിക്കും അല്ലെ. ഇപ്പൊ ഇത്രയും അധികം റൂൾസ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ കൂടി ട്രാഫിക്കിൽ ആക്സിഡൻസ് നമുക്ക് വളരെയധികം, കാരണം അത് മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇത് ഓവർ സ്പീഡ് കൊണ്ടാണ് അല്ലെ. നമുക്ക് ഓവർ സ്പീഡ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഞാൻ പറഞ്ഞ ടൈപ്പുള്ള ക്യാമറാസ് ഒന്നും ഇല്ല. എല്ലായിടത്തും ഉണ്ടെങ്കിൽ ആരും ഇത്രയും ഓവർ സ്പീഡിൽ പോകല്ല. ഇന്നലെ തന്നെ എൻ്റെ വീടിന്റെ അടുത്തൊരു പയ്യൻ, എൻ്റെ അനിയന്റെ പ്രായമുള്ളൂ, met with an accident. He passed away. It's only 24 years only. 24 years old. Bike accident. അതൊക്കെ ഓവർ സ്പീഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ ഒരു ഇന്റലിജന്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വന്നത്, ഇതേപോലത്തെ മോഷൻ ഡിറ്റക്ടിങ് ക്യാമറ അല്ലെങ്കിൽ സ്പീഡ് ഡിറ്റക്ടിങ് ക്യാമറ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കുറച്ചുകൊണ്ട് വരാൻ പറ്റും അല്ലെ. Then intelligent transportation system encompasses consists of a wide range of applications that monitor complicated traffic situation. Complicated traffic situations monitor ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ ടോൾ ബൂത്തുകളിൽ ആളുകൾ നിന്ന് ടോൾ പിരിവ് ചെയ്യാറുണ്ട് അല്ലെ. അത് ഒഴിവാക്കിയിട്ട് അവിടെ ഉണ്ടാവും ഇടയ്ക്ക് ടോൾ ബൂത്ത്സിൽ ഉണ്ടാവും ട്രാഫിക് ജാം. വണ്ടികൾ ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ ടോൾ പിരിവിന് വേണ്ടി പിടിച്ചെടുത്ത് അവിടെയും പ്രശ്നങ്ങളൊക്കെ ആവാറുണ്ട് അല്ലെ. സോ ഒരു ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു കേസ് റെഡ്യൂസ് ആയി വരും. Then minimize environmental impact. Environmental impact means ഈ വെഹിക്കിൾസ് എല്ലാവരും വണ്ടി എടുത്ത് റോഡിലെടുത്ത് ഓടുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇറ്റ് കോസസ് പൊല്യൂഷൻ ആൻഡ് ഓൾ റൈറ്റ്. ആക്സിഡൻസ് ഒരു വേറെ, പക്ഷെ ഈ വെഹിക്കിൾസ് നിന്ന് ഉണ്ടാവുന്ന ടോക്സിക് ഫ്യൂം അല്ലെങ്കിൽ സ്മോക്ക് ഒക്കെ കൊണ്ട് പൊല്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇറ്റ് മേ കോസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓൾ. സോ വെഹിക്കിൾസിന്റെ നമ്പേഴ്സ് ഇതുപോലെ ഇൻക്രീസ് ചെയ്യുന്നതും പ്രോബ്ലം ആണ്. ഇറ്റ് കോസസ് സോ മെനി എഫക്ട്സ് ഫോർ ദി so many problems to the environment or nature. So we should minimize that. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം അവിടെ ഉണ്ടാവണം അല്ലേ. ദെൻ ട്രാഫിക് മാനേജ്മെന്റ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവണം. നമുക്ക് എപ്പോഴും പോലീസ് മീൻസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. Then there should not be traffic jam. There should be ease congestion. എല്ലാവരും സ്മൂത്ത് ആയിട്ട് മീൻസ് എവിടെയും കെട്ടിക്കിടക്കാതെ എല്ലാ വെഹിക്കിൾസിനെയും പ്രോപ്പർ ആയിട്ട് മാനേജ് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ ട്രാഫിക് ജാം കുറവായിരിക്കും. ക്ലിയർ? Yes, that is transport. Next, environment. Environment എന്ന് പറയുന്നത് it's really important. Okay, നേച്ചറിനെ അത് നേച്ചർ കീപ്പ് ചെയ്യേണ്ട രീതിയിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടത് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണം നമ്മൾ നേച്ചറിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് പൊല്യൂഷൻ കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ നേച്ചറിനെ ഒരുപാട് എഫക്ട് ചെയ്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നോൺ റിന്യൂവബിൾ എനർജീസ് ഒക്കെ ഒരുപാട് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കോസസ് പ്രോബ്ലംസ് അല്ലേ. നമ്മൾ ഒരുപാട് നേച്ചറിനെ എന്താ പറയാ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് നോട്ട് എക്സ്പ്ലോയിറ്റ്. ഒരു മിനിമൽ യൂസേജേ പാടുള്ളൂ. ഇല്ല എങ്കിൽ അതിന് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകും. ക്ലിയർ? സോ ഒരു സിറ്റീസ് എയിം ചെയ്യുന്നത്, ഇത് സ്മാർട്ട് സിറ്റീസ് എയിം ചെയ്യുന്നത് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ദ സെൻസ് there should be a level development in cities. സിറ്റീസിൽ ഒരു ഡെവലപ്മെന്റ് വേണം അല്ലെ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഡെവലപ്ഡ് അല്ലാതെ പഴയ എന്താ പറയാ കൺവെൻഷണൽ മെത്തേഡ്സ് മാത്രമായിട്ട് കാര്യമില്ല. എന്തെങ്കിലും നല്ല ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നമ്മുടെ സിറ്റീസിൽ എന്തായാലും വേണം അല്ലെ. there should be a development, but it should be without affecting the nature or environment. ആ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കണം? it should be without affecting the nature or our environment. എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം ആ ഡെവലപ്മെന്റ്. ക്ലിയർ? അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇപ്പൊ സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ വളരെ വിത്തൗട്ട് ഹർട്ടിങ് ദ നേച്ചർ, വിത്തൗട്ട് എഫക്റ്റിംഗ് ദ നേച്ചർ, വി ആർ
making smart cities. Clear? So smart cities മറ്റൊരു key feature എന്ന് പറയുന്നത് healthy ആയിട്ടുള്ള green ആയിട്ടുള്ള cities create ചെയ്യാം. Okay. സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത് കുറെ വെഹിക്കിൾസ്, കുറെ ആളുകൾ, കുറെ വലിയ വലിയ ബിൽഡിങ്സ് അല്ലേ? അപ്പൊ സിറ്റീസ് കൂടുതൽ വന്ന ഇപ്പോഴുള്ള ടൈപ്പ് ഓഫ് സിറ്റി കൂടുതൽ വന്ന ട്രീസ്, നമ്മുടെ ഹിൽസ്, അതെല്ലാം അതേപോലെ ചിലപ്പം എന്താ പറയാ കായല്, പുഴയൊക്കെ നികത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ നമ്മൾ വീടെടുക്കാൻ വേണ്ടി? കുന്നിടിക്കല്, കായലും ഇതെല്ലാം നികത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ those things causes a lot of environmental issues. Okay, we should avoid that. So smart cities ന്റെ ഡിസൈനില് നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇല്ലയാ? സിറ്റീസ് എന്ന് പറയുമ്പോൾ വെറുതെ കുറെ വെഹിക്കിളും ബിൽഡിങ്ങും കാര്യങ്ങളും അല്ല. അവരുടെ ഒരു മെയിൻ സ്മാർട്ട് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. We should protect the nature. Clear? So the technology focuses on reducing carbon dioxide emission. So smart cities carbon dioxide emissions ഒക്കെ control ചെയ്യാൻ പറ്റുന്ന technologies ഒക്കെ അവരുടെ ഡിസൈനിൽ ഉണ്ടാവും. Then it encourages the uses of renewable energy consumption. Renewable energy എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അല്ലെ? റിന്യൂവബിൾ സോളാർ എനർജി, ടൈഡൽ എനർജി, വിൻഡ്, ഇതിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത, കാറ്റൊക്കെ എപ്പോഴും ഉള്ളതാണ്. അതേപോലെ കടലിലെ തിരമാലകൾ എപ്പോഴും ഉള്ളതാണ് അല്ലെ? സോളാർ, സൺ is always there. So we can depend on these sources for energy. Okay. Then effective water management, then effective waste management. Then cities എന്ന് പറയുമ്പോൾ നമുക്ക് ഗാർഡൻ ഏരിയ അതെല്ലാം കുറവായിരിക്കും അല്ലെ? സോ നമുക്ക് എന്താ പറയാ, റൂഫ് ടോപ്പില് വെജിറ്റബിൾ അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഗാർഡൻസ് ഇല്ലേ, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ വീട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് റൂഫ് ടോപ്പിലൊക്കെ കൃഷി ചെയ്തിട്ടിരിക്കുന്നവരില്ലേ. അപ്പോൾ the rooftop gardening is a important part in what? Smart cities. Okay. So we know if there are trees, it will definitely take in oxygen, take in carbon dioxide and give out oxygen. Trees takes in carbon dioxide and gives out oxygen. We know that. If there are more number of trees, then there will be less carbon dioxide emission. Ille? So, ഈ റൂഫ് ടോപ്പ് ഗാർഡനിങ് അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ ഈ ചെറിയ പോർഷൻ ഓഫ് ദ സിറ്റി മരങ്ങളും ചെടികളൊക്കെ നട്ടുവെക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ it will definitely gonna benefit that city അല്ലേ? മരങ്ങൾ ഇല്ല എങ്കിൽ മനുഷ്യനില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ സ്ലോഗനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ദേ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ലൈഫ്. ട്രീസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെയും കൂടെ പരിഗണിക്കണം. ട്രീസ് എന്ന് പറയുന്നത് നേച്ചറിൽ ട്രീ മാത്രമല്ല, അനിമൽസും ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? സോ we should consider them also. So these are the key features of smart city. The first one was smart infrastructure. After that we have smart building, then utilities, transport, environment. Okay, then smart cities across the world. There are many smart cities across the world. Okay, for some examples are Barcelona, Singapore, San Francisco, San Diego, and Tokyo. These are the few examples for smart cities. San Francisco and San Diego are in USA, Tokyo in Japan, Barcelona. Yeah, Barcelona is a country now. And Singapore. So these are some examples for smart cities. In Barcelona and Spain. Okay, Barcelona was one of the first European cities to adopt smart technologies. Okay, Barcelona is one of the first European cities to adopt smart technologies. Smart technologies adopted the European first country on Barcelona. They are bicycling.
Bising. They had a technology namely bising. Bising is nothing but bicycle sharing system. So നമ്മളിപ്പോ വീടിന്റെ അടുത്ത് വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് പോകണമെങ്കിൽ വരെ നമ്മളുടെ സ്കൂട്ടറോ ബൈക്കോ ബുള്ളറ്റോ കാറോ വാട്ട് വി ഹാവ് അത് നമ്മൾ എടുത്തിട്ട് പോകും അല്ലേ? ആ കുറച്ച് ഡിസ്റ്റൻസ് ആണെങ്കിൽ കൂടി നമ്മൾ നടക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ആ കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിൽ കൂടി there will be pollution. Our vehicle may cause pollution, right? അപ്പൊ ഇതെല്ലാം ഒഴിവാക്കുക. അപ്പൊ ചെറിയൊരു ഏരിയ ഡെയിലി റൂട്ട് ഉണ്ടാവില്ല, നമ്മൾ ഡെയിലി ഓഫീസിൽ പോവാൻ വരാ, അടുത്തടുത്ത് തൊട്ടടുത്ത് നമ്മൾ if our office is somewhere near to our house, വളരെ far അല്ല എങ്കിൽ we can take bicycles to go there, right? ബാഴ്സലോണ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ they came up with an idea of bicycling or bicycle sharing, in which the small area cover ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഡെയിലി റൂട്ടിൽ ഡെയിലി ഒരേ റൂട്ടിൽ സ്മോൾ ഏരിയയിൽ പോകുന്നവര്, അവരെ എന്താ കൂടുതൽ ബൈസിക്കിൾസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്തു. ബൈസിക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ എന്താ, ബൈസിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹെൽത്തി. നമ്മൾ ബൈസിക്കിൾ റൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് ഹെൽത്തി ഫോർ us അല്ലേ? ആൻഡ് അത് എന്തെങ്കിലും പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ടോ ബൈസിക്കിൾ? ഇല്ല. അതേപോലെ റോഡിലെ കൺജഷൻസ് ഒഴിവാക്കാൻ പറ്റും അല്ലെ? വലിയ കാറൊക്കെ ഒരു 4 പേരാണെങ്കിൽ ഒരു 4-5 കാറൊക്കെ എടുത്തുകൊണ്ട് 4 കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത്രയും സ്പേസ് വരില്ല ഒരു ബൈസിക്കിൾ വരുമ്പോൾ. അപ്പൊ അതെല്ലാം നല്ല എഫിഷ്യന്റ്. ഒരു ബൈസിക്കിൾ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് വഴി അത്രയും ചേഞ്ചസ് അവിടെ വരും. പൊല്യൂഷൻ കുറയും, സ്പേസ് കുറയും, അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു അല്ലെ? ഓക്കെ, ദെൻ ആ സിറ്റിയിൽ ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ഒരു ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ഉണ്ടാവും. ആ സിറ്റിനെ കണക്ട് ചെയ്യുന്നത് ഇറ്റ്സ് യൂസിങ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ്. ആ സിറ്റിയിൽ എല്ലായിടത്തും തന്നെ ഫൈബർ ഓപ്റ്റിക് കേബിൾസിന്റെ കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വഴിയിട്ട് നമ്മളുടെ ഇന്റർനെറ്റ് കാര്യങ്ങൾ എല്ലാം, ഇൻഫർമേഷൻ ഷെയറിങ് കാര്യങ്ങളെല്ലാം ഈസിയാണ്. ദെൻ സ്മാർട്ട് പാർക്കിംഗ് ആപ്പ് വിത്ത് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ആർ അവൈലബിൾ. പാർക്കിംഗ് ചാർജസ് ഒക്കെ പേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ആപ്പുകൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ സെൻസേഴ്സ് ടു മോണിറ്റർ ടെമ്പറേച്ചർ, പൊല്യൂഷൻ, ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻ ലെവൽസ്. പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ, പൊല്യൂഷൻ, ഹ്യൂമിഡിറ്റി, റെയിൻ ലെവൽസ് എല്ലാം അവർ സെൻസ് ചെയ്യും. ഐ മീൻ സെൻസേഴ്സ് ഉണ്ട് ആ കൺട്രിയിൽ. ആ സെൻസേഴ്സ് ആയിരിക്കും ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സ് ആയിരിക്കത്തില്ല. ക്ലിയർ? Then Santiago in US. In Santiago also, smart sensors to optimize traffic. അല്ല, എഫിഷ്യന്റ് ട്രാഫിക്കിന് വേണ്ടിയിട്ട് അവർക്ക് സ്മാർട്ട് സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു 24 hours മോണിറ്ററിംഗ് പോലെ സ്മാർട്ട് സെൻസേഴ്സ് ഉണ്ട്. സ്മാർട്ട് പാർക്കിംഗ് ഉണ്ട്. Then sensors for keeping a check on environmental issues. നമുക്ക് അതില്ല അല്ലെ? എൻവയോൺമെന്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കീപ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് there is sensors. ഓക്കെ, എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് അവരുടെ ഒരു കൺസേൺ ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കാരണം എന്താന്ന് കണ്ടുപിടിക്കും, അതപ്പോ തന്നെ പരിഹരിക്കും. ഓക്കെ, സോളാർ ടു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ. സോളാർ ടു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ്. സോ നമുക്ക് സോളാർ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുവാണെങ്കിൽ യൂസ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? അവിടെ സോളാർ ടു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടാവും, സോ ദാറ്റ് ദ പീപ്പിൾ ക്യാൻ ഡയറക്ട്ലി യൂസ് ദ ഇലക്ട്രിക് എനർജി ഫ്രം ദാറ്റ്. ക്ലിയർ? Then usage of electric vehicles. Electric vehicles reduces the pollution. That's why they use electric vehicles. So നമ്മൾ ഫ്യൂൽസ് ഉള്ള വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ they may cause pollution, right? To reduce the pollution, they are using electric vehicles. Then connected cameras to help monitor traffic. So അവിടെ മുക്കിലും മൂലയിലും മാത്രം എല്ലായിടത്തും there will be cameras everywhere. 1 or 2 places മാത്രമായിരിക്കില്ല ആ ക്യാമറ. You are under the surveillance of the government, means of the concerned authority every time. There may be cameras everywhere. കണക്റ്റഡ് ആയിട്ടുള്ള ക്യാമറാസ് അവിടെ ഉണ്ടാവും. നമ്മളെ
എല്ലായിടത്തുനിന്നും നമുക്ക് അവർക്ക് മോണിറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്യാമറ ഉണ്ടാവുക. Then connected safety cameras to reduce crime. ഇത് ഞാൻ ആ സൗത്ത് കൊറിയയിലെ കേസ് പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഒരു 24 hours സർവൈലൻസ് ക്യാമറ ഉണ്ട്. ഒരു സർക്കിള്, ആ റോഡിൽ ഒരു സർക്കിൾ ഇങ്ങനെ ലൈറ്റിംഗ് പോലെ നമുക്ക് കാണാൻ പറ്റും. ആ സർക്കിളിന്റെ ഉള്ളിൽ പോലെ നിന്നാൽ മതി. അത് നമ്മളപ്പം അവരവിടെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ നമ്മളെ വേണമെങ്കിൽ പോലീസ് ഫോഴ്സ് നമുക്കുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. സോ ഒരു കണക്റ്റഡ് സേഫ്റ്റി ക്യാമറാസ് ടു റെഡ്യൂസ് ദ ക്രൈം. These are the technologies adopted by these cities like Santiago and Barcelona, Spain. ഇതൊക്കെ അവിടെ സ്മാർട്ട് സിറ്റിയിൽ മീൻസ് അവരുടെ സിറ്റീനെ കുറച്ചുകൂടെ സ്മാർട്ട് ആക്കാൻ വേണ്ടി അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. ക്ലിയർ? Okay, you have to read the portion from your home at least thrice, 3 times. We have only 1 minute time left. See you in the next class then.